പക്ഷേ ഞാൻ ഈ ഒരു കേസിൽ മറ്റൊരു കേസിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം കാണുന്നത്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ 2 വ്യത്യസ്തമായിട്ടുള്ള ഏജൻസികൾ ഇത് മെറിറ്റോട് കൂടിയിട്ടുള്ള ഒരു വിഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അന്തിമ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അങ്ങനെ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്ന ഒരു വിഷയത്തിൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയം നാളെ ഏതെങ്കിലും ഒരു രീതിയിലത്തേക്ക് തേച്ചു മായ്ച്ച് കളയാനായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ സർക്കാരിനെ നിയന്ത്രിക്കുന്ന പാർട്ടിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായാൽ അത് കേന്ദ്ര സർക്കാരിന് എന്തെങ്കിലും രീതിയിലുള്ള ഗുണം അതുകൊണ്ട് കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളെപ്പോഴും ഈ ED പോലെയുള്ള അന്വേഷണ ഏജൻസികളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർ നടത്തിയിരിക്കുന്ന മറ്റ് കേസുകളെപ്പറ്റി അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയ വശത്തിനെ പറ്റിയൊക്കെ തന്നെ പറയുകയാണ്. അപ്പോൾ ഇത് പൊതുസമൂഹത്തിലേക്ക് അല്ലെങ്കിൽ ഈ ചർച്ച കാണുന്ന ആൾക്കാരിലേക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് വളരെ ഗൂഢമായിട്ടുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയായിട്ടാണ്, ഒരു വളരെ കൃത്യമായ ഡിസൈനോട് കൂടി തന്നെയാണ് അത് അവതരിപ്പിക്കുന്നത്. അതായത് ഇന്ന രാഷ്ട്രീയമായിട്ടുള്ള കേസുകളുണ്ട്, അവിടെയെല്ലാം EDയെ ഒരു തേർഡ് പാർട്ടി എന്ന രീതിയിലത്തേക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് തന്നെ പലപ്പോഴും തെരഞ്ഞെടുപ്പ് വേളകളിലൊക്കെ പറയുന്നത് പോലെ BJPയുടെ പെയ്ഡ് ഗുണ്ട എന്ന രീതിയിലത്തേക്ക് EDയെ ഇറക്കുന്നു. എന്നിട്ട് ED ആൾക്കാരെയൊക്കെ തന്നെ ഭീഷണിപ്പെടുത്തുന്നു. എന്നിട്ട് തങ്ങളുടെ അടുത്തേക്ക് വരാത്ത ആൾക്കാരെ ഈ രീതിയിലൊക്കെ പീഡിപ്പിക്കുന്നു എന്നാണ് പറയുക. പക്ഷേ 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അങ്ങനെയാണ് എങ്കിൽ പിന്നെ ED ഒന്നിനും കൊള്ളാത്ത ഒരു ഏജൻസിയാണ് എങ്കിൽ പിന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസി എന്നൊന്നും വേണ്ട എന്നൊരഭിപ്രായമാണോ നമുക്കുള്ളത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഇത് ED തീരുമാനിക്കുകയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ EDയോട് പറഞ്ഞിട്ട് ED ഒരാളെ പൊക്കി അകത്ത് കൊണ്ടിടുകയോ ചെയ്യുകയല്ല. നേരെ മറിച്ച് വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവരെയെല്ലാം തന്നെ കോടതികളിൽ ഹാജരാക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ തന്നെ അത് കൂടാതെ തന്നെ കോടതികളെ അപ്രോച്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് ഡൽഹി ഹൈക്കോടതിയാണെങ്കിലും സുപ്രീം കോടതിയാണെങ്കിലും ഈ ഘട്ടത്തിൽ ഇതിലേക്ക് ഇൻ്റർവീൻ ചെയ്യുന്നതിന് വിസമ്മതിച്ചത് എന്തുകൊണ്ടാണ്, ഇതിലെന്തുകൊണ്ടാണ് ജാമ്യം നിഷേധിച്ചത്? ഇപ്പോൾ ഒരു ഉപമുഖ്യമന്ത്രി മാസങ്ങളായിട്ട് ജയിലിൽ കിടക്കുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ കിടക്കുന്നത്, ഈ സമയത്ത് ആരും തന്നെ തിരിഞ്ഞു നോക്കിയില്ലേ, തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളുടെ മറുപടി അവിടെ പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ CPMൻ്റെ തന്നെ ദേശീയ തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷി എന്ന് പറയുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, അതായത് BJP ഈ ഒരു ആരോപണം കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് ആണ് പറയുന്നത് ആം ആദ്മി പാർട്ടി ഇത്തരത്തിലുള്ള അഴിമതി നടത്തിയിട്ടുണ്ട്, 100 കോടി രൂപ അതിൽ നിന്ന് അവർക്ക് കിട്ടിയത് കോൺഗ്രസിനെതിരെ തെരഞ്ഞെടുപ്പിന് ഗോവയിൽ അവർ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ പത്രസമ്മേളനം നടത്തിയതാണ്. ആ പത്രസമ്മേളനം നടത്തിയിരിക്കുന്ന അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വെബ്സൈറ്റിലും കിടപ്പുണ്ട്. എന്നിട്ട് ഇപ്പോൾ കോൺഗ്രസും CPMും എല്ലാം കൂടെ ചേർന്ന് അരവിന്ദ് കെജ്രിവാളിനെ സെയിൻറ്റ് കെജ്രിവാളാക്കി മാറ്റിയിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കോടതികളിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അല്പം മുമ്പ് ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞതുപോലെ ഒരു 338 കോടി രൂപയുടെ അഴിമതി ടെൻറ്ററ്റീവ്ലി എസ്റ്റാബ്ലിഷ്ഡ് ആണ് എന്നാണ് ഡൽഹി ഹൈക്കോടതി കണ്ടെത്തിയത്. അപ്പോൾ അതിനെ തുടർന്ന് നമ്മുടെ നാട്ടിൽ എന്താ ചെയ്യുക? അന്വേഷണം ഉണ്ടാകണം. അതോ പ്രതിപക്ഷത്ത് നിന്നുള്ള ഒരു പാർട്ടിയുടെ ആളാണ് ഇദ്ദേഹം എന്നത്, കേജ്രിവാൾ എന്നതുകൊണ്ട് അന്വേഷണം വേണ്ട എന്നാണോ? കവിത എന്ന് പറയുന്നത് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ മകൾ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവ് തന്നെയാണ് എന്നുള്ളതുകൊണ്ട് അതിൽ അന്വേഷണം വേണ്ട എന്നാണോ? അതോ ഈ അഴിമതി നടത്തുന്ന ആൾക്കാർക്കെതിരെ ആരും തന്നെ അന്വേഷണം നടത്തേണ്ട എന്നാണോ? അതേപോലെ തന്നെ സമാനമായിട്ടുള്ള ഒരു അന്വേഷണമാണ് ഞങ്ങളുടെ നേതാവിൻ്റെ മകൾ നേരിടുന്നത് എന്നതുകൊണ്ട് ഇവിടെ അന്വേഷണം വേണ്ടാന്നോ? എന്താണ് ഇതിൻ്റെ പ്രശ്നം? ഞാൻ പറഞ്ഞത്, നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയിൽ CPMനും കോൺഗ്രസിനും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്കിത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫോറങ്ങളിൽ വരാം, അതിനെ ചലഞ്ച് ചെയ്യാം. ആ ചലഞ്ച് ചെയ്യുന്ന സമയത്ത് അതിനെന്താണ് എന്നുള്ള ഗുണം ഇവിടെ കണ്ടുപിടിക്കാം. അതിന് പകരം ഇതിനെ രാഷ്ട്രീയമായിട്ട് മാത്രം പറയുകയാണ്. ഞാനിവിടെ പണ്ട് മുതൽ ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ മാസങ്ങൾക്ക് മുമ്പ് ചോദിക്കുന്ന ഏറ്റവും എലമെൻ്ററി ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ശ്രീ ഹസ്കറെ പോലെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരൊക്കെ തന്നെ CPMൻ്റെ ബാഗേജ് ഈ വിഷയത്തിൽ വീണ വിജയൻ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ പോലും ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ പ്രാഥമികമായിട്ട് നമ്മൾ ചോദിക്കുന്ന, ഇന്നും അന്വേഷണ ഏജൻസികൾ തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന, അവർ ഉത്തരം അറിയാൻ ശ്രമിക്കുന്ന ഒരൊറ്റ പ്രഹേളിക മാത്രമേ ഉള്ളൂ: എന്താണ് ആ സേവനം? ആ സേവനം എന്താണ്? ആ സേവനം ഇവിടെ നൽകിയിരിക്കുന്നതിൻ്റെ ട്രേസ് എന്താണെന്ന് കാണിക്കൂ എന്ന് പറയുന്ന സമയത്ത് അത് കാണിക്കുന്നില്ല. ഇനി PMLA ആക്ട് ഇവിടെ വരുന്നത് എങ്ങനെയാണ്, എങ്ങനെ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. PMLA ആക്ട് അവിടെ നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് കോടതിയിലേക്ക് പോകുന്ന സമയത്ത് അത് കോടതി തീരുമാനിക്കട്ടെ. പക്ഷേ പ്രാരംഭമായിട്ട് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം, ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വേണ്ടത് സംശയമാണ്. ശ്രീ ഹസ്കർ ഇവിടെ പറയുന്നത് 2 കമ്പനികൾ തമ്മിലുള്ള നിയമപരമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആയിരിക്കുമ്പോൾ അതിൽ ഈ പ്രവൃത്തി എന്താണോ അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തനം, ആ സേവനം, അത് സ്വീകരിച്ചിട്ട് അതിന് പ്രതിഫലം കൊടുത്തിരിക്കുന്ന കമ്പനിക്ക് പരാതിയില്ലാത്തത് കൊണ്ട് ഇത് അന്വേഷിക്കേണ്ടത് ആവശ്യമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ന്യായം. അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ നാട്ടിലെ ഷെൽ കമ്പനികളെല്ലാം അനുസ്യൂതം ഇങ്ങനെ പ്രവർത്തിച്ചു പോകും.
കാരണം ഏതെങ്കിലും ഒരു കമ്പനി അവരുടെ ഒരു പ്രോഫിറ്റ് അല്ല ഒരു ലോസ് ആണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പണം വകമാറ്റണമെങ്കിൽ ഒരു പേപ്പർ ഒരു കടലാസ് കമ്പനിക്ക് കൊടുക്കുന്നു. അവിടെ സേവനമുണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. ഇവർ അൾട്ടിമേറ്റ്ലി ഞങ്ങൾക്ക് കുറച്ച് നഷ്ടം ബിസിനസ് ലോസ് ഉണ്ടായിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് കുറച്ച് ടാക്സിൽ എക്സംഷന് ക്ലെയിം ചെയ്യാൻ നോക്കുന്നു. മറ്റേ പാർട്ടിക്ക് ആ പുതിയ കമ്പനി ഷെൽ കമ്പനിക്ക് ഇതൊന്നും കിട്ടുന്നതൊന്നും ആവാത്തത് കൊണ്ട് അവർക്കും പ്രത്യേകിച്ച് കണക്കുകളോ കാര്യങ്ങളോ കൊടുക്കുന്നതിനകത്തിലൊക്കെ തന്നെ കുറേയധികം റിപ്രീവ് കിട്ടുന്നു. ഇങ്ങനെയാണ് ഈ ഷെൽ കമ്പനികൾ പ്രവർത്തിക്കുക. അപ്പോൾ ഷെൽ കമ്പനികൾ പ്രവർത്തിക്കുന്ന രീതിയിലത്തേക്കാണോ ഇവിടെ സേവനം നൽകാതെ ഈ കമ്പനി പ്രവർത്തിച്ചത് എന്നുള്ളത് അന്വേഷിക്കണ്ടേ? ഇവിടെ സേവനമില്ല എന്ന് പറയുകയും ആ കമ്പനിയുടെ ആൾക്കാർ തന്നെ സേവനം കിട്ടിയിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്ന സമയത്ത് ഈ കമ്പനിക്ക്, വീണ വിജയൻ്റെ കമ്പനിക്ക് ഷെൽ കമ്പനി സ്വഭാവമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആര് ഡിറ്റർമിൻ ചെയ്യും? അത് ഡിറ്റർമിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ PMLA ആക്ട് വഴി വന്നിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു വെസലായിട്ടാണോ ഈ കമ്പനിയെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോക്കണം. ഇനിയും താങ്കൾക്കത് മനസ്സിലായില്ല എങ്കിൽ PMLA ആക്ടിൽ എന്താണ് മണി ലോണ്ടറിങ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ നിർവചനത്തിൽ പറയുന്നുണ്ട് ഈ പണം വെറുതെ അവിടെ ഇന്നതുപോലെ കണ്ടെത്തി എന്നുള്ളതല്ല. എങ്ങനെയാണ് പറയുന്നത്? അതിന് പല പല കാരണങ്ങളുണ്ട്. ഒന്ന്, കൺസീൽമെൻറ്റ്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാര്യത്തിനെ മറച്ചു വെക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? മറച്ചു വെക്കാനായിട്ട് ശ്രമിച്ചു എന്ന് പറയുമ്പോൾ 1.72 കോടി രൂപ കാണിച്ചു എന്നല്ല, നേരെ മറിച്ച് അതിനേക്കാൾ കൂടുതലായിട്ടുള്ള പണം ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടോ? 2, പൊസഷൻ. നിങ്ങളുടെ കൈവശം പണമുണ്ടോ? 3, അക്വിസിഷൻ. നിങ്ങൾ എവിടെ നിന്നെങ്കിലും ആർജിച്ച് എടുത്തിട്ടുണ്ടോ? 4, യൂസ്. നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? 5, 6, പ്രൊജക്റ്റിംഗ് ആസ് അൺടൈൻഡ് പ്രോപ്പർട്ടി ഓർ ക്ലെയിമിംഗ് ആസ് അൺടൈൻഡ് പ്രോപ്പർട്ടി. ഇത്രയും കാര്യങ്ങളെല്ലാം ചേർന്നതിന് ശേഷം ഇതിലേതെങ്കിലും ഒന്നാണ് എങ്കിൽ അത് PMLA ആക്ടിൻ്റെ പരിധിയിൽ വരും. അത് മണി ലോണ്ടറിംഗ് ആയിട്ട് ഡിഫൈൻ ചെയ്യും. അതെങ്ങനെയാണ് അന്വേഷിക്കുക? അത് അന്വേഷിക്കണമെങ്കിൽ വളരെ കൃത്യമായിട്ട് ഇവരിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം. ആ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം അവിടെ അവർ കൊടുക്കുന്ന തെളിവും കൂടെ ചേർന്നതിന് ശേഷം എന്താണ് ഇതിലെ ഗ്യാപ്പ്, അതിവിടെ പൂർത്തീകരിക്കാനായിട്ട് ഇവർക്ക് കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. ഇതാരാണ് നോക്കേണ്ടത്? ഇത് CPM കേന്ദ്ര കമ്മിറ്റിയോ സംസ്ഥാന കമ്മിറ്റിയോ പറയുന്ന ഒരു ബോഡിയാണോ ചെയ്യേണ്ടത്? അല്ല. അതിനായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഒരു ഏജൻസിയുണ്ട്. അപ്പോൾ ആ ഏജൻസി അന്വേഷിക്കാൻ പോകുന്ന സമയത്ത് ഇവർ വരാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ED അന്വേഷിക്കുന്ന എല്ലാ കേസുകളെ പറ്റി ഇങ്ങനെ പറയും. അത് ഒരു സ്വാഭാവികമായിട്ട് നമുക്കൊരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ന്യായമല്ല.